നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? മാറി നിൽക്കേണ്ട സാഹചര്യം കോടതി പറയും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? അത് സാർ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. കോടതി പറയും. ആരോപണങ്ങൾ അതൊക്കെ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ? ഈ മിന്നു മുനീർ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഞാൻ ഒക്കണ്ടേ? നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. ഒരാവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നാണോ? നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എടാ നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. കോടതി അതിനാണ്. കോടതി പറയും. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ. ഓ ഊഞ്ഞാലാട്ടിയതല്ലേ? നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിനെ ഒന്ന് അന്വേഷിച്ചു.